ചേട്ടാ നമ്മളിപ്പം ഈ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് മനുഷ്യൻ്റെ 3 ഭാഗങ്ങൾ അതിനെക്കുറിച്ചൊക്കെയാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ബൈബിൾ വായിച്ചപ്പോൾ ഇങ്ങനെയൊരു വാക്യം ഞാൻ വായിച്ചു: ഹൂഎവർ ഹാസ് ബീൻ ബോൺ ഓഫ് ഗോഡ് ഡസ് നോട്ട് സിൻ. പക്ഷേ ഞാൻ ബോൺ അഗെയിൻ ആണ്, എന്നാലും ഞാൻ എൻ്റെ ലൈഫ് എക്സാമിൻ ചെയ്യുമ്പം അതിൽ തെറ്റുകളുണ്ട്, ഞാൻ അറിയാതെ പാപങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ എക്സ്പീരിയൻസും ഈ വേർഡും തമ്മിൽ അതെങ്ങനെ നമ്മൾ റെക്കൻസൈൽ ചെയ്യുന്നേ? ഗുഡ് ക്വസ്റ്റ്യൻ. 1 യോഹന്നാൻ 3 ആ വാക്യം ഉള്ളത് അല്ലേ? അതെ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. 1 യോഹന്നാൻ 3:9 നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ അത് 1 John 3 വേഴ്സ് 9. 9. Whoever has been born of God does not sin, for his seed remains in him, and he cannot sin because he has been born of God. ആമേൻ. മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ലെന്ന് എഴുതിയേക്കണം. ഇറ്റ് ഈസ് ഇംപോസിബിൾ, കനോട്ട് സിൻ. ഞാനീ നല്ലൊരു ചോദ്യം ചോദിച്ചത്. ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഒരു 8-9 വർഷത്തോളം ഈ വാക്യം വെച്ച് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ തന്നെ ചിന്തിക്കും, ബ്രദർ പറഞ്ഞ കറക്റ്റാ, വിശ്വാസത്തിൽ വന്ന പാപം ചെയ്യാത്ത ആരുമില്ല, എല്ലാവരും പാപം ചെയ്യും. പക്ഷേ ഈ വചനം പറയുന്നത് പാപം ചെയ്യാൻ കഴിയത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആ സ്പിരിറ്റ് സോൾ ബോഡിയെല്ലാം പഠിച്ചതുകൊണ്ട് നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ വീണ്ടും ജനനം സംഭവിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞു അല്ലേ? അവൻ്റെ വിത്ത്, ഇവിടെ എഴുതിയിരിക്കുന്ന അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. വിത്ത് ദൈവത്തിൻ്റെ വചനം. വിതക്കാരുടെ ഉപമ പഠിക്കുമ്പോൾ നമുക്കറിയാം, സീഡ് റെപ്രസെന്റ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലുമാണ് ഒരാൾ വീണ്ടും ജനിക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ വീണ്ടും ജനിച്ച ഭാഗം, ഒരുത്തൻ ക്രിസ്തുവിലാൽ പുതിയ സൃഷ്ടിയെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ആ പുതിയ സൃഷ്ടി എവിടെയാണ്? ഇറ്റ്സ് ഇൻ അവർ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവിൽ. പക്ഷേ വീണ്ടും ജനനം നടക്കാത്ത നമുക്കൊരു ദേഹിയുണ്ട്, നമുക്കൊരു ദേഹമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ വീണ്ടും ജനിച്ച ഭാഗം അതാണ് നമ്മുടെ സ്പിരിറ്റാ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചിന്തിച്ചു. എഫേസ്യ ലേഖനത്തിൽ ആ വാക്യങ്ങൾ വായിച്ചു. വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുപ്പ് നാളിലേക്ക് അതിനെ മുദ്രയിട്ടിരിക്കാൻ. ഇറ്റ് ഈസ് സീൽഡ്. നമ്മുടെ സ്പിരിറ്റ് സീൽഡാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു ദൈവത്തിൻ്റെ പൈതലും ആരും ആയിക്കോട്ടെ, അവർ പാപം ചെയ്യുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവരും ദൈവത്തിൽ നിന്ന് ജനിക്കാത്തവരും പാപം ചെയ്യുന്ന ആത്മാവിലല്ല. അവർ പാപം ചെയ്യുന്ന അവരുടെ ജഡത്തിലാണ്, ഇല്ലെങ്കിൽ അവരുടെ സോളിഷലത്തില്. നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ മലയിലെ പ്രസംഗം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ലിറ്ററലായിട്ട് കൊല്ലണമായിരുന്നു. പുതിയ നിയമത്തിൽ സഹോദരനെ മൂഢ എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്തു പോയി. പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്യണമെങ്കിൽ ലിറ്ററലി അത് ചെയ്ത് കഴിയുമ്പോഴാണ് വ്യഭിചാരമാവുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോഴേക്കും ദൈവം അതിൻ്റെ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡ് ഹൈ ആക്കി നമ്മുടെ ഹൃദയത്തിൽ മോഹിച്ചാൽ തന്നെ വ്യഭിചാരം ചെയ്തു പോയി. പക്ഷെ അത് ചെയ്യുന്നത്, അപ്പോൾ ആ ഫാക്കൽറ്റി ഏതാ? ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സ്. അത് പുറത്തേക്ക് വരുന്ന നമ്മുടെ ശരീരത്തിലൂടെ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ഈ വാക്യം അത് കറക്റ്റാണ്. പക്ഷേ ഈ സ്പിരിറ്റ് സോൾ ബോഡി, അത് ആത്മാവിനെ കുറിച്ചുള്ള ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതും മനസ്സിലായത്. കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ച ഭാഗത്തിന് അതുകൊണ്ട് പാപം ചെയ്യാൻ കഴിയത്തില്ല. ദാറ്റ്സ് ഇമ്പോസിബിൾ. കാരണം ദൈവവചനം ഒരിക്കലും തെറ്റല്ല. കാരണം വചനം എങ്ങനെ പറയും? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അത് ജഡത്താൽ ജനിച്ചത് ജഡമാവുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അത് നമ്മൾ വായിച്ചായിരുന്നു, ക്ലാസ് എടുത്തായിരുന്നു. അപ്പോൾ ആത്മാവിൽ ജനിച്ച ആ ഭാഗത്തിന് പാപം ചെയ്യാൻ കഴിയത്തില്ല. അത് കറക്റ്റാണ്. പക്ഷെ നമ്മൾ പാപം ചെയ്യുന്നത് നമ്മൾ സോളിഷലത്തിലും അത് പുറത്തേക്ക് വരുന്നത് നമ്മുടെ ജഡത്തിലാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ അത് മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നവനാണ്. എന്നെ പാസ്റ്റർ എന്ന് വിളിക്കുന്നവരുണ്ട്, ടീച്ചേഴ്സ് എന്ന് വിളിക്കുന്നവരുണ്ട്, ബ്രദർ എന്ന് വിളിക്കുന്നവരുണ്ട്, ചേട്ടാന്ന് വിളിക്കുന്നവരുണ്ട്. ഇപ്പം നമ്മളിവിടെ അമേരിക്കയിൽ വണ്ടി ഓടിക്കുമ്പോൾ 65 മൈൽ അല്ലെങ്കിൽ 70 മൈൽ സോൺ അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ 76 പോയാൽ തന്നെ നമ്മൾ ആ ലോ ബ്രേക്ക് ചെയ്തു. നമ്മൾ പോലീസ് പിടിച്ചില്ല, ഓക്കെ, നമ്മൾ ലോ അറിയാതെ ബ്രേക്ക് ചെയ്തു. നമ്മൾ ലിറ്ററലി അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാനവിടെ 85 അല്ലെങ്കിൽ 90 മൈൽ അവറിൽ പോയെന്ന് വരിക, പോലീസ് എന്നെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ പറയാം, ഞാൻ ദേവദാസനാണ്, പാസ്റ്ററാണ്,
എന്ന് കരുതിയ പുള്ളി എനിക്ക് ടിക്കറ്റ് തരാതിരിക്കുമോ? ഇല്ല. പുള്ളി എനിക്ക് ടിക്കറ്റ് എഴുതി തരും. ഓക്കെ, ടിക്കറ്റ് എഴുതിയാൽ നമ്മളത് കൊടുക്കണം. പക്ഷെ അത് നമ്മുടെ ആത്മാവിൽ എന്തെങ്കിലും സംഭവിച്ചോ? നമ്മൾ ജഡത്തിൽ ചെയ്തത് അതിന് ജഡത്തിൽ ശിക്ഷ അനുഭവിക്കണം. ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് കൂടി ഒന്ന് കയറ്റി പറയട്ടെ. ഞാൻ ഒരാളെ കൊന്നെന്ന് വിചാരിച്ചു. ഓക്കെ, കൊന്നു, സംഭവിച്ചു, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു, എന്നെ കോടതി കൊണ്ടുപോയി, ജഡ്ജ് സാക്ഷികളെല്ലാം വിസ്തരിച്ചു, കാര്യമെല്ലാം മനസ്സിലായി. എന്നിട്ട് ഞാൻ കുറ്റം സമ്മതിച്ചു. ആ ജഡ്ജിക്ക് എന്നെ തൂക്കിക്കൊല്ലാം വേണമെങ്കിൽ, ഇല്ല ജയിലിലടയ്ക്കാം, പല കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ എൻ്റെ ആത്മാവിനെ നരകത്തിലേക്ക് വിടാൻ ആ ജഡ്ജിക്ക് കഴിയുമോ? ഇല്ല, കഴിയത്തില്ല. ഇതിൻ്റെ വെളിച്ചത്തിലാണ് യേശു ക്രിസ്തു ആവുമെന്ന് പറഞ്ഞത്. ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളാൻ കഴിയുന്നത് തന്നെ ഭയപ്പെടുകയും. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇത്, ഇറ്റ് ഈസ് നോട്ട് എ ലൈസൻസ് ടു സിൻ. ഓക്കെ, അപ്പം നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാ, എന്നാൽ നമ്മൾക്ക് നീതിക്ക് അടിമകളാണ്. നമ്മൾ ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് എന്നെല്ലാം വചനം പറയുന്നുണ്ട്. അപ്പോൾ സ്വതന്ത്രരായെന്ന് പറയുമ്പോഴേക്കും നമ്മൾ തോന്നിയതുപോലെ നടക്കാനല്ല. ഞാൻ എപ്പോഴും ആ സ്വാതന്ത്ര്യത്തിൽ ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി എന്ന് നമ്മൾ പറയുമ്പോഴേക്കും ഞാൻ 2 വാക്യങ്ങൾ എപ്പോഴും അതിൻ്റെ അപ്പുറം ഇപ്പുറം വെക്കാൻ എപ്പോഴും പ്രീച്ച് ചെയ്യുമ്പോൾ അത് പറയും. കാരണം ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 13-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. പക്ഷെ അതിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. For you, brethren, have been called to liberty. Only do not use liberty as an opportunity for the flesh. ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഫ്ലഷ്. നമുക്ക് ലിബർട്ടിയിലാണ്, നമ്മൾ സ്വാതന്ത്ര്യത്തിനാണ്. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരം ആക്കരുത്. സി, മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, പൗലോസ് അപ്പോസ്തലൻ അത് പറയുമ്പോഴേക്കും പത്രോസ് അപ്പോസ്തലൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 2:16 വായിച്ചാട്ടെ. 2:16 1 പത്രോസ് 2:16. കുഴപ്പമില്ല, ടേക്ക് യു ടൈം. 1 Peter 2:16. For you are free, yet you are God's slaves. So do not use your freedom as an excuse to do evil. Amen. Amen. Do not use your freedom to As an excuse to do evil. സ്വാതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെയും ദൈവത്തിൻ്റെ ദാസന്മാരായി നടപ്പിൻ. അപ്പോൾ നമ്മളിത് ഈ വചനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഐ എം ഓൾവേസ് കെയർഫുൾ. കാരണം ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ശിക്ഷയില്ല. നോ, അതല്ല. നമ്മൾ ജഡത്തിൽ ചെയ്യുന്നതിന് ജഡത്തിൽ നമുക്ക് ശിക്ഷയുണ്ട്. വലിയ ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ കൂടുതൽ എഴുതിയിരിക്കുന്ന ആരാ? ഡേവിഡ് തൻ്റെ ജഡത്തിൽ എന്താ ചെയ്തത്? വ്യഭിചാരവും ചെയ്തു, കൊലപാതകവും ചെയ്തു. വ്യഭിചാരം അത് കവർ ചെയ്യാൻ വേണ്ടി അല്ലേ? പക്ഷെ എന്നാലും നമ്മൾ സങ്കീർത്തനം 21 വായിച്ച് സന്തോഷിക്കും, 91 വായിച്ച് സന്തോഷിക്കും. പക്ഷെ ദൈവം ദാവീദിനെ വിളിക്കുന്നത് എന്താ? Man after my own heart. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് കരുതി വ്യഭിചാരം കൊലപാതകം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അത് പുള്ളിക്കാരൻ ജഡത്തിൽ അത് അനുഭവിച്ചു 4 തലമുറയിൽ. അത് ദൈവം നാഥമെന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാകാത്ത കാര്യം അന്ന് ദാവീദിന് വെളിപ്പെട്ടു. കാരണം ന്യായപ്രമാണ കാലത്ത് ദാവീദ് ജീവിച്ചിരിക്കുന്ന കല്ലെറിഞ്ഞ് കൊല്ലേണ്ട ഒരു കുറ്റം തെറ്റായിരുന്നു. പക്ഷേ ദാവീദ് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മനുഷ്യരുടെ കരങ്ങളിൽ വീഴുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്നത് നല്ലത്. അനേക സങ്കീർത്തനങ്ങൾ വായിക്കുന്ന ഒത്തിരി വാക്യങ്ങളുണ്ട്. നിന്റെ ന്യായപ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. ഇപ്പം ന്യായപ്രമാണത്തിലാണെങ്കിൽ ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലണം, പക്ഷെ അത് കൃപയോടെ എനിക്ക് നൽകണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. സോ ഹി ന്യൂ ഗോഡ്സ് ഹാർട്ട്. ദൈവത്തിൻ്റെ കരങ്ങളിൽ വീണാൽ അതിനൊരു പരിഹാരമുണ്ട്, ഇല്ലെങ്കിൽ അതിലൊരു വിടുതലുണ്ടെന്നുള്ളൊരു ഒരു കാര്യം ദാവീദിന് മനസ്സിലായി. പക്ഷെ മറന്നു പോകരുത്, ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. പുതിയ നിയമത്തിൽ അത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ആ വാക്യത്തിൻ്റെ അർത്ഥം ഇതാ: ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ
പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ കഴിയില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിത്ത് വന്ന് വീണത് നമ്മുടെ ഹൃദയത്തിലാണ് അല്ലേ. അപ്പോൾ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട് ഉള്ള ആ ഒരു സംസർഗത്തിലാണ്, ഇല്ലെങ്കിൽ ആ ഒരു കൂടിച്ചേരലിലാണ് ഒരു പുതിയ സൃഷ്ടി ഉണ്ടായത്. വീണ്ടും ജനിച്ചത് വെള്ളത്താൽ ആത്മാവിനാൽ എന്ന് പറയുന്നത് പോലെ തന്നെ വിത്താവുന്ന ദൈവത്തിൻ്റെ വചനം വന്നപ്പോഴേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ നമ്മളറിയാതെ പ്രവർത്തിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി സാക്ഷ്യം പറയാൻ പറ്റും. എൻ്റെ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല വചനം വായിക്കുമ്പോൾ. 2002 ദൈവദാസൻ വന്ന് വചനം പഠിപ്പിക്കുമ്പോഴേക്കും ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് വാട്ട് ഹി ഈസ് ടോക്കിംഗ്. എന്താണ് പുള്ളി പറയുന്നതെന്ന് ഒന്നും മനസ്സിലായില്ല. പുള്ളി കുറേ പേരൊക്കെ പറഞ്ഞു, അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. നമ്മളിതൊന്നും കേട്ടിട്ടില്ല. കാരണം ബൈബിളായിട്ട് നമുക്ക് ബന്ധമില്ല, ദൈവമായിട്ട് ബന്ധമില്ല. പിന്നെ കഥകൾ കുറെ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ. എന്നാൽ അറിഞ്ഞും അറിയാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത്. വീണ്ടും ജനനം സംഭവിച്ച നമ്മുടെ ആത്മാവിലാണ്. ആ ആത്മാവ് മനുഷ്യനാണ്, ഇല്ലെങ്കിൽ പുതിയ സൃഷ്ടിയായിട്ട് മാറിയത്. അപ്പോൾ ആ പുതിയ സൃഷ്ടിയായിട്ട് മാറിയ ആത്മ മനുഷ്യനിൽ സംഭവിച്ച കാര്യം ദൈവത്തിൻ്റെ വചനത്തിലൂടെ, മനസ്സ് പുതുക്കത്തിലൂടെ നമ്മുടെ മനസ്സിൻ്റെ മണ്ഡലത്തിലേക്കും അവിടെ നമ്മുടെ ശരീരത്തിലേക്കും വരണം. അപ്പോൾ ഈ വചനം കറക്റ്റാ, ചോദിച്ച ചോദ്യവും കറക്റ്റാ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ദൈവത്തിൽ നിന്ന് ജനിച്ച ഭാഗത്തിന് പാപം ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പാപം ചെയ്യുന്നത് നമ്മുടെ സൗഷത്തിലും നമ്മുടെ ജഡത്തിലാണ് ചെയ്യുന്നത്. അതിന് ജഡത്തിൽ ശിക്ഷയുണ്ടോ? ജഡത്തിൽ ശിക്ഷയുണ്ട് അല്ലേ. സ്പീഡിൽ ടിക്കറ്റ് കിട്ടും, അത് നമ്മൾ ഫൈൻ അടച്ചേ പറ്റത്തുള്ളൂ. പാസ്റ്ററാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹൂവർ ഇറ്റ് ഈസ്, നോ ഇല്ല, യു ഹാവ് ടു പേ ദ ഫൈൻ അല്ലേ. അപ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ എല്ലാവരും തെറ്റ് ചെയ്യും. അപ്പോൾ ആരെങ്കിലും തെറ്റ് ചെയ്തില്ല എന്ന് പറയുകയാണെങ്കിൽ യെസ്, ഐ ക്യാൻ പ്രൂവ് ഇറ്റ് ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ്. കാരണം നമ്മുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ചിന്തയിൽ കുറ്റം ചെയ്യാത്ത ഒരു മനുഷ്യനില്ല. പക്ഷേ പ്രവചനത്തിലെല്ലാം പറയുന്നത് നമ്മുടെ വിചാരങ്ങൾ, അല്ലെ റോമാലയനത്തിലും പറയുന്നുണ്ട്, നമ്മുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തും. നമ്മുടെ ചിന്തകൾ, വിചാരങ്ങൾ നമുക്കെതിരായിട്ട് സംസാരിക്കും. നമ്മൾ വാക്കുകളായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും പുറമെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹൗ ആർ യു ബ്രദർ എന്നൊക്കെ ചോദിക്കുമെങ്കിലും അകത്ത് ഇതിനാൾ ശരിയായില്ലെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ചിന്ത ഒരു ദിവസം നമുക്കെതിരെ സംസാരിക്കും. നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, എന്നിങ്ങനെ പറഞ്ഞില്ലേ, ചിന്തിച്ചില്ലേ. സി, നമ്മുടെ ചിന്തകളും വിചാരങ്ങളും നമ്മളെ കുറ്റം ചുമത്തിയാൽ ആർക്കെങ്കിലും ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റുമോ? ഞാനിങ്ങനെ ഇടയ്ക്ക് ഒരു ഉദാഹരണമായിട്ട് പറയാറുണ്ട്. നമ്മൾ ദൈവസന്നിധി ചെല്ലുമ്പോൾ, ദൈവസന്നിധി വരെ ഒന്നും പോകണം, നമുക്ക് നമ്മുടെ വീട്ടിൽ ചിന്തിക്കും. നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും എല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് ഒരു വീഡിയോ പോലെ ആക്കാൻ പറ്റിയാൽ, എന്നിട്ട് നമുക്ക് വൈകുന്നേരം ഈവനിങ് സമയമാകുമ്പോൾ ഭാര്യയും പിള്ളേരും എല്ലാവരും ഇരുന്ന് നമുക്ക് ഇന്നത്തെ ഞാൻ ചിന്തിച്ചത് കാണാം എന്ന് പറയുകയാണെങ്കിൽ എത്ര പേർക്ക് അതിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റും? നോ വൺ ക്യാൻ സ്റ്റാൻഡ്. ഞാനിന്ന് പകൽ മുഴുവൻ 24 മണിക്കൂർ ചിന്തിച്ച കാര്യങ്ങൾ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാനൊരു CD ആക്കി, അല്ലെങ്കിൽ USB ആക്കി, ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് വി ക്യാൻ ജസ്റ്റ് വാച്ച് ദാറ്റ്. എന്നിട്ട് നീ ചിന്തിച്ച് വായിക്കാം, എന്നിട്ട് കുഞ്ഞുങ്ങൾ ചിന്തിച്ച് വായിക്കാം. ഡിഡ് എനി വൺ ക്യാൻ സ്റ്റാൻഡ്? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകണ്ട, നമ്മൾ ലോകത്തിൽ ദെൻ ചിന്തിച്ചു നോക്ക്. അപ്പം ഇവിടെയൊക്കെയാണ് നമ്മൾ മനസ്സ് പുതുക്കം വരേണ്ടത്. ഓക്കെ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ജീവനുള്ള യാഗം, നിങ്ങളുടെ ശരീരങ്ങളിൽ ജീവനും വിശുദ്ധമുള്ള യാഗം എന്ന് പറയുമ്പോഴേക്കും ദാറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്. ബില്ലി ഗ്രഹാമിനോടൊരു ഇൻ്റർവ്യൂ നടത്തി ഞാൻ എന്നെ ചിന്തിക്കും. വെൻ ഹി വാസ് ഓൾമോസ്റ്റ് 90, ഒരു TV ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാൾ വന്നിട്ട് ബില്ലി ഗ്രഹാമിനോട് ചോദിച്ചു, ഈ പ്രായത്തിൽ നിനക്ക് ടെംപ്റ്റേഷൻ ഒന്നും ഉണ്ടാകത്തില്ലല്ലോ, യു ആർ ഹോളി നൗ. ബില്ലി ഗ്രഹാം പറഞ്ഞു, നോ, ഐ ഹാവ് ടെംപ്റ്റേഷൻ. ഇപ്പോൾ ചിന്തയിലുണ്ട്, പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്യുന്നത് വചനത്താലാണ്. കാരണം നമ്മൾ മരണം വരെ ചിന്തയിൽ, ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഈ വാർഫെയർ കൊണ്ടുവരുന്ന ചിന്തയായിട്ടും നമുക്ക് പല വിചാരങ്ങളായിട്ടും തോട്ടായിട്ടും സാത്താൻ നമ്മുടെ മനസ്സിൽ അത് കൊണ്ടുവരും. ബട്ട് അതിനെല്ലാം നമുക്ക് വചനത്താൽ വിക്ടറി ഉണ്ട്, നമുക്ക് ഓവർകം ചെയ്യാം. പക്ഷേ ഇപ്പോൾ ചോദിച്ച ചോദ്യം കറക്റ്റാണ്. ദൈവത്തിന് ജനിച്ച ഭാഗത്തിന് ഒരിക്കലും പാപം ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് അവർ സ്പിരിച്വൽ റലം, the spirit man. It is sealed by the Holy Spirit. ആ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് നാളിനായിട്ട് പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുക. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിലോ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. കൊരിന്ത്യലേഖനത്തിലൊക്കെ നമ്മുടെ വർക്ക്സിനെ കുറിച്ചൊക്കെ എല്ലാം പറയുമ്പോൾ അത് പറയുന്നുണ്ട്. താനോ രക്ഷിക്കപ്പെടും, നമ്മുടെ പണികൾ വെന്തു പോകും. ദൈവം എന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സുകളിൽ അത് പറയാം. ബട്ട് ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് അല്ലേ? അപ്പോൾ ദൈവത്തിന് ജനിച്ച ഭാഗത്തിന് ഒരിക്കലും പാപം ചെയ്യാൻ കഴിയത്തില്ല.
it is impossible. He cannot sin, our spirit man, because it's sealed by the Holy Spirit. Amen. Amen. Thank you. God Thank you. bless. Thank you, Austin ചേട്ടാ.